ജനസാഗരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ പ്രദേശത്തേക്ക്, അതായത് VS-ന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന വഴിത്താരകളിലുടനീളം ജനനിബിഡമായി മാറിയിരിക്കുകയാണ്. ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പോലും കഴിയത്തില്ലാത്ത വിധം മനുഷ്യ മതിൽ തീർത്തുകൊണ്ട് ജനസാഗരം ഇങ്ങനെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ജീവിതത്തിലുടനീളം അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ അവസാന യാത്രയിലും അത്ഭുതങ്ങൾ തീർത്തുകൊണ്ടാണ് കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും മനുഷ്യന് നീതി വാങ്ങിക്കൊടുക്കുന്ന വിധത്തിൽ ജീവിതത്തിലുടനീളം പ്രവർത്തിച്ച പരിചയമുള്ള സഖാവ് VS അവസാനമായി യാത്രയാകുമ്പോൾ അതും ഒരു അത്ഭുതമായി മാറുകയാണ്. സഖാവ് തീർത്ത വഴികളിലൂടെ, സഖാവ് നടന്ന വഴികളിലൂടെ ഇപ്പോൾ 10,000-കണക്കിന് പാർട്ടി സ്നേഹികൾ, മനുഷ്യരൊക്കെ തന്നെ തങ്ങളുടെ പ്രിയ സഖാവിനെ യാത്രയാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ രാവിലെ 4 മണിക്കും 5 മണിക്കും എത്തിയ ആളുകൾ മണിക്കൂറുകളായി ക്യൂവിൽ നിന്ന് കാത്തു നിൽക്കുകയായിരുന്നു തങ്ങളുടെ പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിക്കുവാൻ. എന്നാൽ കാത്തുനിന്ന പലർക്കും ഈ വീടിന്റെ അടുത്തേക്ക് പോലും എത്താൻ കഴിയത്തില്ലാത്ത വിധം ഇവിടെ ജനനിബിഡമായി മാറിയിരിക്കുകയാണ്. അത്രത്തോളം ജനസാഗരമാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് വീട്ടിലേക്ക് അടുക്കാൻ കഴിയത്തില്ലാത്ത പല സഖാക്കന്മാരും പ്രിയ സഖാവിനോടുള്ള ആദര സൂചകമായി മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത്. അത്രമേൽ ജനനിബിഡമായി മാറിയിരിക്കുകയാണ്. പലരും സഖാവിന്റെ വീട്ടിലേക്ക് അടുക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ, ഒരു നോക്ക് അവസാനമായി കാണാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ റോഡിൽ നിന്നുകൊണ്ട് അന്ത്യാഭിവാദ്യം അർപ്പിച്ച ശേഷം മടങ്ങുന്ന കാഴ്ചകളും നമുക്ക് സങ്കടത്തോടെ കാണാൻ കഴിയുന്നുള്ളൂ. കാരണം മണിക്കൂറുകളായി രാവിലെ മുതൽ ഇവിടെ മനുഷ്യൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു സഖാവ് VS-നെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ. ഒരു നാടിന്റെ പരിച്ഛേദം എന്ന് പറയാവുന്ന തരത്തിൽ ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ വന്നുപോയ പല ആളുകൾക്കും പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിയത്തില്ലാത്ത വിധം ജനസാഗരമായി മാറിയിരിക്കുകയാണ്. ഇങ്ങനെ രാവിലെ മുതൽ മണിക്കൂറുകളായി, അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അതിജീവിച്ചുകൊണ്ടാണ് 10,000-ങ്ങൾ പ്രിയപ്പെട്ട നേതാവിനെ കാണാൻ വേണ്ടി ഇവിടെ കാത്തു നിന്നത്. അവർക്കെല്ലാം പലർക്കും കാണാൻ പോലും കഴിയാതെയാണ് അവർ ഇവിടെ നിന്നും യാത്രയാവുന്നത്. നാടിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ ഒഴുകിയെത്തിയിട്ടുണ്ട്. കടന്നു വന്ന വഴിത്താരയിലുടനീളം 10,000-ങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിന്നിരുന്നുവെങ്കിൽ കൂടിയും ഇവിടെയും സമാനമായ സാഹചര്യമാണ്. കടന്നുപോയ വഴികളെക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. തെക്ക് ജില്ലകളിൽ, അതായത് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയുടെ ഒരു ഭാഗവും മാത്രമുള്ള ആളുകൾ വന്ന വഴികളിൽ പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുവെങ്കിൽ കൂടിയും വടക്കു നിന്നുമുള്ള ആളുകൾ പാലക്കാട്ടു നിന്നും, കോഴിക്കോട് നിന്നും, കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, മലപ്പുറത്തു നിന്നുമൊക്കെ, കോട്ടയത്തു നിന്നുമൊക്കെ എത്തിയ സഹാക്കന്മാർ ഇവിടെ ഈ ആലപ്പുഴയിലേക്ക് എത്തിയപ്പോൾ ഈ ആലപ്പുഴ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായി മാറിയിരിക്കുകയാണ്. കാരണം അത്രത്തോളം ആളുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത്രമേൽ ജനസഞ്ചയമായി മാറിയിരിക്കുകയാണ് മനോവിടം. തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമാകുന്ന ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ കാണുകയാണ്. VS-ന് ജന്മനാട് യാത്രാമൊഴി നൽകുന്നത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ദൃശ്യങ്ങൾ
അവസാനമായി ഒരു നോക്ക് കണ്ട് പ്രിയപ്പെട്ട സഖാവിനോട് യാത്രാമൊഴി നൽകാനായി ഒഴുകിയെത്തുന്ന മനുഷ്യരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വേലിക്കകത്ത് വീട്ടിലേക്കുള്ള പരിസരങ്ങളും വഴികളുമെല്ലാം, എല്ലാ വഴികളും ഇപ്പോൾ VS-ന്റെ അരികിലേക്കാണ്. എല്ലാ മനുഷ്യരും ഇപ്പോൾ VS-ന്റെ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയ സഖാവിന് റെഡ് സല്യൂട്ട് നൽകുന്ന പിറന്ന മണ്ണ്, പുന്നപ്പറയുടെ വയലാറിന്റെ വിപ്ലവ നായകന് റെഡ് സല്യൂട്ട് നൽകുന്ന മനുഷ്യ സമുദ്രത്തെ നമ്മൾ കാണുകയാണ്. അവിടേക്ക് ഒഴുകിയെത്തുന്നു. ഒരു വട്ടം VS-നെ കണ്ടുകൊണ്ട്, ഒരു നിമിഷം ആ മുഖത്തേക്ക് ഒന്ന് നോക്കിക്കൊണ്ട്, ഒന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഒന്ന് ഇൻഖുലാബ് വിളിച്ചുകൊണ്ട് കടന്നു പോകാം എന്ന് കരുതി ഒഴുകിയെത്തുന്ന മനുഷ്യ മഹാസമുദ്രത്തെ കാണുമ്പോൾ ഇത് കേരളത്തിന്റെ ഇന്നത്തെ ചിത്രമായി മാറുകയാണ്. കേരളത്തിന്റെ എന്നത്തെയും എക്കാലത്തെയും മികച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാൾ ഇതാ കടന്നു പോവുകയാണ് ചരിത്രത്തിലേക്ക്. ചരിത്രം സൃഷ്ടിച്ച മനുഷ്യൻ, സ്വയം ചരിത്രമായി മാറിയ മനുഷ്യൻ ഇതാ ചരിത്രത്തിന്റെ അധ്യായങ്ങളിലേക്ക് കടന്നു പോകുന്നതിന്റെ അവസാന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇതിനൊക്കെ അപ്പുറം ഇനി കാത്തിരിക്കുന്നുണ്ട് പുന്നപ്പറ വയലാറിന്റെ വലിയ ചുടുകാട്ടിലെ അനശ്വരത എന്ന് പറയുന്ന ആ സമോഹനമായ ആ നിമിഷം കാത്തിരിക്കുന്നുണ്ട് പ്രിയ സഖാവിന്. അവിടെ CP-യുടെ പട്ടാളത്തിന്റെ വെടിയേറ്റ് വീണ ആ നൂറുകണക്കിന് സഖാക്കളുടെ ചോര വീണ ആ മണ്ണിലേക്ക് VS മടങ്ങും. അവിടെ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ VS എന്ന് പറയുന്ന മലയാളത്തിന്റെ കാലത്തെയും വലിയ സൂര്യൻ അസ്തമിക്കും. പക്ഷേ ആ സൂര്യൻ പിന്നെ ചെന്താരകമായി, അമരനക്ഷത്രമായി നമ്മുടെ മനസ്സുകളിൽ എപ്പോഴേ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വീട്ടിൽ അല്പസമയം കൂടി ഉണ്ടാകും. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കടപ്പുറത്ത് അവിടെ അറബിക്കടലിനെ സാക്ഷി നിർത്തി മറ്റൊരു മനുഷ്യ മഹാസമുദ്രം അലയടിക്കുന്നുണ്ടാകാം പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുന്നതിനായി. അങ്ങോട്ടേക്ക് ആലപ്പുഴയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള ജനസമുദ്രം അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ വഴികളും ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിൽ സംഗമിക്കുകയാണ്. ആലപ്പുഴയിൽ സംഗമിക്കുമ്പോൾ അവർക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട VS-നെ ഒരു നോക്ക് കാണുക എന്നത് മാത്രമാണ് ഇനിയുള്ള ലക്ഷ്യം. അത് എല്ലാ ഇടങ്ങളിൽ നിന്ന്, നാടിന്റെ നാനാ ഇടങ്ങളിൽ നിന്ന് VS കടന്നു ചെന്ന കുന്നുകളും പാടങ്ങളും വയലുകളും ഒക്കെയുള്ള എല്ലാ ഭൂമികകളിൽ നിന്നും VS-നെ തേടി തിരികെ ഇപ്പോൾ മനുഷ്യരെത്തുന്നു. അത് നമ്മൾ കാണുകയാണ്. വിപ്ലവ മണ്ണിന്റെ റെഡ് സല്യൂട്ട് നമ്മൾ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ജനനായകന് സ്വന്തം മണ്ണ്, ജനിച്ച ഭൂമി ഇതാ യാത്രയയപ്പ് നൽകുന്നത് നമ്മൾ കാണുകയാണ്. അവിടെ അധികം നേരം നിൽക്കാൻ കഴിയുകയില്ല. എല്ലാവരും വേഗത്തിൽ ഒരു മിന്നായം പോലെ ആ മുഖമൊന്ന് കണ്ട് മടങ്ങുകയാണ്. പക്ഷേ ഒരു മിന്നായം പോലെ കണ്ടാലും മതിയല്ലോ, അത്രയധികം തിളക്കത്തോടെ, അത്രയധികം വെളിച്ചത്തോടെ നമ്മുടെ മനസ്സിലിങ്ങനെ